അങ്ങനെ ഇന്ത്യക്കാർ കാത്തിരുന്ന ആ വാർത്ത എത്തുന്നു. രാഹുൽ ഗാന്ധി തന്റെ 56ാമത്തെ വയസ്സിൽ വിവാഹിതനാകുന്നു. ആരാണ് ഈ പെൺകുട്ടി നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്? രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കുന്ന പെൺകുട്ടി ആരാണ്? യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ വാർത്ത ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എനിക്കെന്താണ് കാര്യം, രാഹുൽ ഗാന്ധിയുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി സംസാരിക്കും. പറയാൻ ഞാൻ കാര്യമുണ്ട്, ലാസ്റ്റ് ടൈം പറഞ്ഞു തരാം കേട്ടോ. ഈ പെൺകുട്ടി ആരാണ്? ബിസിനസ്സുകാരിയാണോ, ഇന്ത്യ സിറ്റിസൺ ആണോ, അല്ല പൊളിറ്റീഷ്യൻ ആണോ, ആങ്കർ ആണോ, മോഡലാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ നിൽക്കുന്ന പെൺകുട്ടിയാണോ എന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള ഗോസിപ്പുകൾ സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങുന്നുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ബിഗ് ബോസിന് ശേഷം പേളി മണിയുടെ കല്യാണം, പേളി മണിയുടെ ഗർഭകാലം എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ മലയാളികൾ ചൂടൊപ്പം പോലെ വിറ്റഴിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ. അതിനുശേഷം ശ്വേതാമേനോന്റെ ഗർഭകാലം എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ട്രെൻഡിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന മലയാളികൾക്കിടയിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത രാഹുൽ ഗാന്ധിയുടെ കല്യാണവും ആരാണ് ഈ പെൺകുട്ടി എന്നൊക്കെയാണ്. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ രാഹുൽ ഈശ്വറില്ലേ, പുള്ളിക്കാരൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഫാക്ട് ചെക്ക് എന്നുള്ള രീതിയിലാണ് വീഡിയോ ഇട്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: രാഹുൽ ഗാന്ധി കല്യാണം കഴിക്കണം എന്ന് ഇന്ത്യയുടെ ജനതയുടെ ആഗ്രഹമാണ്. ഇന്ത്യക്കാരുടെ സ്വപ്നമാണ് രാഹുൽ ഗാന്ധിയുടെ കല്യാണം. എന്തിന്റെ സ്വപ്നം കാണുന്ന ഇന്ത്യക്കാർ രാഹുൽ ഗാന്ധിയുടെ കല്യാണം? ഞാനത് പിന്നെ അതിന്റെ കമന്റ് ബോക്സ് നോക്കിയപ്പോഴാണ് ഇതിന്റെ ഒരു ഭീകരമായ ഒരു അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നത്. നെഹ്റു തലമുറയുടെ പിൻഗാമി വരണമെങ്കിൽ രാഹുൽ ഗാന്ധി തീർച്ചയായും വിവാഹം കഴിക്കണം. രാഹുലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. മലയാളിയുടെ കമന്റാ. രാഹുൽ ഗാന്ധിയുടെ തലമുറ ഇന്ത്യ രാജ്യത്തിന് ആവശ്യമാണ്. അദ്ദേഹം എത്രയും പെട്ടെന്ന് വിവാഹിതനാകട്ടെ എന്ന് മലയാളികൾ. തലമുറ വെച്ച് ഭരിക്കുന്നത് എന്തെന്ന്? രാജഭരണം വല്ലതാണോ ഇന്ത്യ? ഇങ്ങനെ കുറെ ടീമുണ്ട് കേട്ടോ. നെഹ്റു ഫാമിലി ജനിച്ചത് കൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി വലിയ സംഭാവന ചെയ്തതാണ്, ജീവൻ നൽകിയവരുടെ കുടുംബമാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല, അതെന്ത്? ഇവിടെ രാജഭരണം വല്ലതാണോ? അല്ലെങ്കിൽ ഇവർക്ക് എഴുതി കൊടുത്തിട്ടുണ്ടോ പ്രധാനമന്ത്രി കസാര വല്ലതും? ആ ഫാമിലിയിൽ പെടുന്ന ആരായി? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ആർമിയിൽ എത്രയോ ആൾക്കാർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയിട്ടുണ്ട്. പോട്ടെ, സുഭാഷ് ചന്ദ്രബോസിന്റെ കുടുംബക്കാരായിട്ടുള്ള ആൾക്കാരെന്നെ കൊണ്ടുപോവാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനും ഒത്തിരി കഷ്ടപ്പെട്ടത് ഈ രാജ്യത്തിന് വേണ്ടി. പക്ഷെ നെഹ്റു ഫാമിലിക്ക് മാത്രമുള്ള പ്രിവിലേജ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ സംഭവം. കഴിവും പ്രാപ്തിയും നോക്കിയിട്ടല്ല ആൾക്കാർ ഇവിടെ കയറി പ്രധാനമന്ത്രിയൊക്കെ ആകേണ്ടത്. ഇതേ മലയാളികൾ തന്നെയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ആറ്റുകാൽ അമ്പലത്തിൽ പൊങ്കല നടക്കാൻ നേരത്ത് ഒരു കലാപരിപാടി നടത്തിയിരുന്നു. അവിടുത്തെ പഴയ റോയൽ ഫാമിലിയിലെ മെമ്പേഴ്സ് ഒരു ജീപ്പിൽ വന്നായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ പൊട്ടിത്തെറിച്ചു. രാജഭരണമൊക്കെ പോയി. നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? ഇപ്പോഴും നിങ്ങൾ രാജാവ് കളിക്കുവാണ്. ഇതേ ആൾക്കാർ തന്നെ ഇരുന്നിട്ട് ഇവിടെ ഡയലോഗ് അടിക്കുകയാണ്. നെഹ്റു ഫാമിലി, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാണ്, രാഹുൽ ഗാന്ധി പിന്തുടർച്ച അവകാശമാണ്, ഈ ഫാമിലി നമ്മൾ നയിക്കണം എന്നൊക്കെ പറഞ്ഞു. ആരാണ് ഈ പെൺകുട്ടി? പരിണിതി സുശീൽ കുമാർ ഷിൻഡെ എന്നുള്ള പേരിലാണ് ഈ പെൺകുട്ടി അറിയപ്പെടുന്നത്. പുള്ളിക്കാരി ഒരു കോൺഗ്രസ്സുകാരിയാണ്, നിലവിൽ MP ആണ്. മഹാരാഷ്ട്രയിലെ സുശീൽ കുമാർ ഷിൻഡെയുടെ മകളാണ്. മുൻ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് UP ഗവൺമെന്റിലെ സുശീൽ കുമാർ ഷിൻഡെ. പുള്ളിക്കാരൻ്റെ മകളാണ്. അങ്ങനെ മകളും രാഷ്ട്രീയത്തിലേക്ക് വന്നു, ഇപ്പൊ MP ആയി. കുറച്ച് നാളുകൾക്ക് മുമ്പ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരുന്നു തന്റെ അനിയൻ കല്യാണം കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, ഉടൻ കല്യാണം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് എനിക്ക് തോന്നുന്ന ആൾക്കാർ ഗോസിപ്പ് പഠിച്ചിറക്കിയ സാധ്യതയുണ്ട്. എന്തായാലും നെഹ്റു ഫാമിലിയുടെ പാരമ്പര്യം ഈ കമന്റിലിട്ട ആൾക്കാരൊക്കെ പറഞ്ഞ പോലെ പാരമ്പര്യം പിന്തുടരുന്നതിന് വേണ്ടി പ്രിയങ്ക ഗാന്ധിക്ക് 2 മക്കളുണ്ട്. അവർക്ക് 18 വയസ്സും കഴിഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് അവർ വോട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഭാവി പ്രധാനമന്ത്രിയെ തുടരുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. 56 വയസ്സായി. ഒരു 10-20 വർഷം കൂടി പുള്ളിക്കാരൻ ചിലപ്പം തെരഞ്ഞെടുപ്പിൽ ഭാവി പ്രധാനമന്ത്രിയെ മത്സരിക്കുമായിരിക്കും. രാഹുൽ ഗാന്ധിയെ വാഴ്ത്തുന്ന കുറെ ആൾക്കാർ ഇനി വാഴ്ത്താൻ പോകുന്നത് സ്വാഭാവികമായിട്ടും പ്രിയങ്ക ഗാന്ധിയുടെ മകനെയാണ്. ഒരു 10 വർഷം കൂടെ കഴിയുമ്പോൾ പുള്ളിക്കാരൻ ഒരു 27-28 വയസ്സാവും. പുള്ളിക്കാരനും അല്ലെ ഈ പിൻവാതിൽ നിയമനം എന്നൊക്കെ പറയുന്ന പോലെ ഭാവി പ്രധാനമന്ത്രിയാവും. ഇവരെ പോലുള്ള കുറെ ആൾക്കാർ ഇരുന്നിങ്ങനെ വാഴ്ത്തിക്കൊണ്ടിരിക്കും. എന്തായാലും രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഗോസിപ്പാണ് കേട്ടോ. ഇത് എവിടെയും ഒഫീഷ്യലായിട്ട് ആരും ഉത്തരവാദിത്വത്തോടെ പറഞ്ഞിട്ടില്ല, അല്ലെന്നുണ്ടെങ്കിൽ ആരുടെയും അഭിപ്രായമൊന്നുമില്ല. ഇത് ഗോസിപ്പ് മാത്രമാണ്. പക്ഷെ എന്നെ ഞെട്ടിച്ചത് നമ്മുടെ മലയാളികൾക്കിടയിൽ ഈ രാജഭരണത്തിൽപ്പെടുന്ന ആൾക്കാരെയൊക്കെ പരമപൂച്ചമായിട്ടൊക്കെ പറയും കേട്ടോ. ഈ ട്രാവൻകൂർ റോയൽ ഫാമിലി പെടുന്ന ആൾക്കാരൊക്കെ കാണുന്നത് കണ്ണൊക്കെ ചോപ്പിച്ച് കാണിക്കും. പക്ഷെ ഇവർ വോട്ട് ചെയ്യുന്ന ആർക്കെന്നറിയും? ഇന്ദിരയുടെ മൂക്കുള്ള പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വരുന്നുണ്ട്, നമുക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്ന ആൾക്കാർ. രാഹുൽ ഗാന്ധി ഈ പെൺകുട്ടിയും തമ്മിലുള്ള വിവാഹം ഇന്നലെ കഴിഞ്ഞു എന്ന് പറഞ്ഞാലും വിശ്വസിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. മഹാത്മാഗാന്ധിയുടെ കൊച്ചുവനാണ് രാഹുൽ ഗാന്ധി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ പോലെ. ആദ്യമായിട്ട് പേജ് കാണുന്നത് ഫോളോ ചെയ്യുക.